ഹലോ, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാടായിട്ട്, പക്ഷേ അതിനുള്ള കോൺഫിഡൻസ് ഒക്കെ കിട്ടാറില്ല. പക്ഷേ ഇന്ന് എങ്ങനെയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം തന്നെ കുറച്ച് റോസ് വാട്ടറാണ് മുഖത്തും പിന്നെ നെക്കിലും സ്പ്രേ ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരുപാട് ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ ഞാൻ ഈ തവണ ഡെർമാക്കോൻ്റെ സെറമൈഡ് പ്ലസ് HA ഇൻറ്റൻസ് ഡെയിലി ഫേസ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്പെഷ്യലി ഡ്രൈ സ്കിന്നുള്ളതാണ് കേട്ടോ. പിന്നെ വിൻ്ററും കൂടിയല്ലേ, അപ്പോൾ ഞാൻ ഇത് തന്നെ ഇപ്രാവശ്യം വാങ്ങി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ കഴിഞ്ഞാൽ എപ്പോഴും സൺസ്ക്രീന് മസ്റ്റാണ്, അത് ഒരിക്കലും മിസ് ചെയ്യാറില്ല ഞാൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ പ്ലമ്മിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യണത്. ഞാൻ ഇപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രൊഡക്ട്സ് ഒന്ന് മാറ്റി ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. സ്കിന്നിന് എനിക്ക് കുറച്ചും കൂടി മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കണത്, പിന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത അങ്ങനത്തെയൊക്കെ പ്രൊഡക്ട്സ് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യണത് ഇപ്പോൾ BB ക്രീം, മാർസിൻ്റെ BB ക്രീമാണ് യൂസ് ചെയ്യണത്. ഇത് ഞാൻ വെറും ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഏരിയയിൽ മാത്രം ഒന്ന് കളർ കറക്ഷന് വേണ്ടിയിട്ടൊന്ന് പരട്ടി കൈകൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ വാസ്ലിൻ്റെ എൻ്റെ ലിപ്സും അത് ഒരുപാട് ഡ്രൈ ആണ്, അപ്പോൾ വാസ്ലിൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ നിവ്യയുടെ ബോഡി ലോഷനും കൂടിയും കയ്യിലൊക്കെ ഒന്ന് പരട്ടി കൊടുക്കും, ഒരുപാട് ഡ്രൈ ആണ് അതാണ് കാരണം. പിന്നെ പോൺസിൻ്റെ ഒരു പൗഡറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ്. ഇത് റോസ് പൗഡർ പോലത്തെ ഒരു പൗഡറാണ്, അപ്പോൾ എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ നോർമൽ വൈറ്റ് പൗഡറിനെക്കാട്ടിലും ഇത് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. പിന്നെ ഞാൻ ഐലൈനർ അത് ഏതെങ്കിലും എടുത്തിട്ട് അങ്ങനെ പ്രൊഡക്റ്റ് നോക്കാറില്ല, ഏതെങ്കിലും വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യാണ് ചെയ്യാറ് ഐലൈനർ. പിന്നെ ഐബ്രോസ്, കണ്ണും ഐബ്രോ ഒക്കെ ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു വിങ് ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഐലൈനറൊക്കെ ഇടുക. പിന്നെ മസ്കാര ഞാൻ മാർസിൻ്റെ ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ അടുത്തിടയ്ക്കാണ് കേട്ടോ ഞാൻ മസ്കാര യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ പൊട്ടിട്ടു, കമ്മലിട്ടു, പിന്നെ മുടിയാണ് അടുത്ത ടാസ്ക്. മുടി നനവുള്ള കാരണം ഞാൻ അങ്ങനെ ചീർപ്പോണ്ട് ചീന്തി വലിക്കാറില്ല, ജസ്റ്റ് ഒന്ന് ലൈൻ എടുത്ത് സെറ്റാക്കി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം അല്ലെങ്കിൽ തന്നെ മുടി കൊഴിച്ചിൽ നല്ലോണം ഉണ്ട്, അപ്പോൾ ചീർപ്പിട്ട് ചീന്തി വലിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നത്. ഇത് 25th ഡിസംബറിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ദിവസമാണ് 25th ഡിസംബർ. അപ്പോൾ അതിൻ്റെ കാരണം അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്ന് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല എന്നുള്ളത്. കുഴപ്പമില്ല, അടുത്ത ഗെറ്റ് റെഡി വിത്ത് മീയിൽ ശരിയാക്കാം. ബൈ.